എങ്ങനെയുണ്ട് സച്ചേട്ടാ? ഭംഗിയുണ്ട്, പക്ഷേ ഒരു കുറവുകൂടിയുണ്ട്. അതെന്താ? ഒരു മിനിറ്റ്. ഇതുകൂടി കിട്ടോ? അയ്യോ, ഇതൊന്നും വേണ്ട സച്ചേട്ടാ. ഒന്നാമതേ എനിക്ക് ഇത്രയും വലിയ നെക്ലേസ് മാലയൊന്നും ഇഷ്ടമല്ല. സിമ്പിള് മതി. അത് പറ്റില്ല. താനിത് ഇന്നിടണം. ഇന്നാ ഇടേണ്ടത്. ഇതെന്റെ അമ്മയുടെ ഓർമ്മയുള്ള നെക്ലേസാ. അമ്മയും തന്നെ പോലായിരുന്നു. ഒന്നിനോടും ഒരു ഭ്രമവും ഇല്ലാത്തൊരു സാധു. അച്ഛൻ നിർബന്ധിച്ച മാത്രമേ ഇതിടൂ. പക്ഷേ ഇതണിഞ്ഞ അമ്മയ്ക്കൊരു പ്രത്യേക ഭംഗിയാ. അച്ഛൻ തനിക്ക് ഈ നെക്ലേസ് സമ്മാനമായി തന്നു തന്നെ അത്ഭുതം. അത്രയ്ക്കും അച്ഛനത് നെഞ്ചോട് ചേർത്ത് പിടിച്ചതാ. താനിത് അണിയണം. ഞാൻ ഇട്ടോളാം സച്ചേട്ടാ. അയ്യോ, ഒരു കാര്യം ഞാൻ മറന്നു. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ തന്നെ കണ്ട കല്യാണത്തിനൊന്ന് ഒരുങ്ങുന്ന പോലുണ്ട്. കല്യാണത്തിന്റെ അന്നത്തെ ഞാനല്ലല്ലോ ഇന്നത്തെ ഞാൻ. അയ്യോ, അവധി എടുത്ത് വിളിക്കുന്നു. നമുക്ക് പോവാം. കണ്ടോ മുത്തശ്ശ? കണ്ടോ? ഇത് സ്റ്റൈലാ. മുത്തശ്ശൻ എന്താ എങ്ങനെ നടന്ന കുഴപ്പം? അതെ, നിന്റെ മുത്തശ്ശൻ റിട്ടയർഡ് സ്കൂൾ മാഷാ. ഇത് കോടികളുടെ ബിസിനസ് നടത്തുന്ന നെല്ലിശ്ശേരി കമ്പനിയുടെ ഓണറാ. രണ്ടും തമ്മില് ആനയും ആടും പോലുള്ള വ്യത്യാസമുണ്ട്. ശരിയാ മോളെ, നിന്റെ മുത്തച്ഛൻ റിട്ടയർഡ് സ്കൂൾ മാഷ് തന്നെയാ. കോടികളൊന്നും ഇല്ലെങ്കിലും ആയിരക്കണക്കിന് കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുത്ത ആളാ. അതന്നെയാ സത്യം. കോടികളല്ല എനിക്ക് വലുത്, അതിലും എത്രയോ മഹത്തായതാ വിദ്യാഭ്യാസം. നിനക്കേ അത് കൂടിപ്പോയതിന്റെ കുഴപ്പാ വായി തോന്നിയതൊക്കെ പറയുന്നത്. പോട്ടുമോളെ, അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. ഓരോരുത്തരുടെ വേഷം അവരുടെ തൊഴിലിനനുസരിച്ചല്ലേ. അവളതാ ഉദ്ദേശിച്ചത്. സാരമില്ല, പോട്ടെ. അനഘ പറയുന്നൊന്നും ഞങ്ങൾ അത്ര കാര്യമായിട്ട് എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളും അത് മൈൻഡ് ചെയ്യണ്ട. അസലായാലും രണ്ടുപേരും. മോൾക്ക് ഈ നെക്ലസ് നല്ലപോലെ ചേരുന്നുണ്ട് അല്ലേ ഒന്നികെ? സന്തോഷമായി മോളെ, അച്ഛന് ഒരുപാട് സന്തോഷമായി. ഈ ദിവസം മോൾക്ക് ഇതെടുത്ത് അണിയാൻ തോന്നിയല്ലോ. മാലതിയുടെ നെക്ലസ്സായത്. അർച്ചനയുടെ ബർത്ത്ഡേക്ക് ഞാൻ കൊടുത്ത സമ്മാനമാണ്. ഇങ്ങനെ മിണ്ടാതെ മാറി നിൽക്കാൻ ഇനി അവന്തിക മാഡത്തിന് കഴിയും. ഓരോരുത്തരുടെ സ്ഥാനമാനങ്ങൾ ഇപ്പോഴല്ലേ പുറത്തു വരുന്നത്. മൂത്ത മരുമകൾ വെറും വേലക്കാരിക്ക് തുല്യം. ഇന്നലെ വന്ന മരുമകൾക്ക് ലക്ഷങ്ങളുടെ നെക്ലസ്, അത് കൊടുത്തതും പോരാ വർണ്ണന വേറെയും. എന്നിട്ടൊരു ചോദ്യം, എങ്ങനെയുണ്ട് അവന്തികയെന്ന്. നാണം
നാണോ ഇല്ലല്ലോ ചേച്ചിക്ക്? സത്യത്തിൽ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഇളയ മരുമകളുടെ ഫാഷൻ ഷോയോ അതോ സേതു അങ്കളുടെ ഷഷ്ടിപൂർത്തി ആഘോഷോ? ചേച്ചിക്കില്ലാത്ത എന്ത് പരിഗണന അർച്ചനയ്ക്കുള്ളത്? ഇത്രയും വർഷമായിട്ട് അങ്കിളുടെ കയ്യിലുള്ള നെക്ലസ് അവൾക്ക് കൊടുക്കാൻ അങ്കിളിന് തോന്നിയല്ലോ. അതെന്താ ചേച്ചിക്ക് തരാതിരുന്നത്? എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ചേച്ചി. ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു പോവും. മാലതിയുടെ നെക്ലസ് ഇത് അർച്ചനയുടെ ബർത്ത്ഡേക്ക് ഞാൻ കൊടുത്ത സമ്മാനമാണ്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരാഘോഷ ഇന്നിവിടെ നടക്കുന്നത്. അതിന് ഒരേ ഒരു കാരണക്കാരി എൻ്റെ അച്ചുവ. മാലതി പോയതോടെ പിറന്നാളുകളൊന്നും ഞാൻ അറിഞ്ഞതേയില്ല. കല്ലും മണ്ണും തടിയും സിമെന്റും ഒക്കെയായി അതങ്ങ് പോയി. 60 വയസ്സായെന്ന് ഇവള് പറഞ്ഞപ്പോഴാ മനസ്സത് സമ്മതിച്ചത് തന്നെ. അച്ഛാ, അച്ചു അവിടെ ഞങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധിച്ചിരുന്നോ അതിവിടെ ആവർത്തിക്കുന്നു മാത്രം. തനിക്ക് ചുറ്റുമുള്ളവരുടെ സന്തോഷം അതുമാത്രമാണ് അർച്ചനയുടെ മനസ്സ് നിറയെ. അങ്ങനെയുള്ളൊരു മകളെയാ നിങ്ങൾ എനിക്ക് തന്നത്. എന്റെ മനസ്സൊന്ന് വിഷമിച്ച് കണ്ടാൽ അപ്പൊ തുടങ്ങും ഉപദേശം. ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. അങ്കിളിന് സന്തോഷം തരുന്ന കാര്യം മറ്റുള്ളവർക്ക് സങ്കടമാണ് തരുന്നെങ്കിലോ? നീ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ പറയാം. ഞാനാണോ ഈ വീട്ടിലെ ആദ്യത്തെ മരുമകള് അതോ ഇവളാണോ? ഇത്രയും കാലം അച്ഛൻ കൈവശം വെച്ചിരുന്ന ഈ നെക്ലസ് എനിക്ക് തരാതെ ഇവക്ക് കൊടുക്കാൻ അച്ഛൻ എങ്ങനെ മനസ്സ് വന്നു? മോളെ, ഇതിന്റെ അവകാശം ഞാനല്ലേ? എനിക്ക് അർഹതപ്പെട്ടത് കിടക്കേണ്ടത് എന്റെ കഴുത്തിലല്ലേ? അപ്പൊ അങ്കിളിന് പാർഷ്യാലിറ്റി ഉണ്ട്. അതെന്താ? അവന്റെ ചേച്ചിക്ക് ഭർത്താവില്ലാത്തതുകൊണ്ടാണോ? ഒരു വിധവയെ പോലെ ഇവിടെ കിടന്ന് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതുകൊണ്ടാണോ? ഇനി ഈ നെക്ലസ് ഈ കഴുത്തിൽ കിടക്കണ്ട. അത് അവകാശപ്പെട്ട് എടുത്ത് കിടക്കുന്നതല്ലേ നല്ലത്? അനഘേ, നിന്നോട് ചോദിച്ചു കേട്ടില്ലേ, എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന എന്ത് കാര്യമാ മറ്റുള്ളവർക്ക് സങ്കടമാകുന്നത്? അർച്ചനേട്ടത്തേക്ക് കൊടുത്ത നെക്ലസ് അവന്റെ ചേച്ചിക്ക് കൊടുക്കാത്ത നീ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഈ നെക്ലസ് അച്ഛൻ എനിക്കെന്താ തരാത്തെന്നല്ലേ? അതൊന്നും ചോദ്യം ചെയ്യാൻ നിനക്കോ എനിക്കോ അവകാശമില്ല. മാലതിയമ്മയ്ക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തായത്. അത് പക്ഷെ ആർക്ക് കൊടുക്കണം എന്നുള്ളത് അച്ഛന്റെ തീരുമാനമല്ലേ? അത് അർച്ചനയ്ക്ക് കൊടുത്തു എന്ന് കരുതി അച്ഛൻ എന്നെ മരുമകൾ സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തിയെന്നല്ല അർത്ഥം, അല്ലേ അച്ഛാ? മോളെ, അത് ഞാൻ... എനിക്കെല്ലാം മനസ്സിലായ അച്ഛാ. അച്ഛൻ ചെയ്തതാ ശരി. അർച്ചനെ അത് അണിഞ്ഞു കണ്ടപ്പോ സന്തോഷം കൊണ്ട് എന്റെ കണ്ണു നിറഞ്ഞു പോയി. ഇത് മോൾക്കാ കൂടുതൽ ചർച്ച. നിന്റെ ബർത്ത്ഡേക്ക് എനിക്കോ ഒരു ഗിഫ്റ്റ് തരാൻ കഴിഞ്ഞില്ല. ഈ ഗിഫ്റ്റ് നീ നിധി പോലെ സൂക്ഷിക്കണം. അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ പ്രിയപ്പെട്ട ആഭരണം ഇത്. അനഘയുടെ സംശയമൊക്കെ തീർന്നോ? അവന്തികയെ നീ നിന്റെ ചേച്ചിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിലും എത്രയോ മുകളിലാ അവൾ ഈ കുടുംബത്തിലെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? ഒരു നെക്ലസിന്റെ പേര് പറഞ്ഞ് നീ അവളെ കൊച്ചാക്കരുത്.
അച്ഛാ, ഇവളെന്തേലും വിവരക്കേട് പറഞ്ഞതിന് അച്ഛനിങ്ങനെ രോഷാകുലനാവരുത്. അവളുടെ സ്വഭാവം അച്ഛൻ അറിയാവുന്നതല്ലേ. അവൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുക. എടുത്തി ചേച്ചിയോട് സ്നേഹമുള്ള ആർക്കും തോന്നുന്ന സേതു ഇതൊക്കെ. അതിനെ അങ്ങനെ കണ്ടാ മതി. ഞാൻ നിന്നെ അന്വേഷിച്ചാ വന്നത്. എന്താ സന്ദീപ്? മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയണത് കരുതി. എന്നാ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും നിന്നാലോ? മേലിൽ നിന്റെ നാവിന്ന് തോന്നിയാസം വലുതും പുറത്തു വന്നാ എന്റെ കൈയുടെ ചൂട് നീ അറിയും. സന്ദീപ്? അതെ, സന്ദീപ് തന്നെ. നീ എന്താ പറഞ്ഞത്? അവന്തിക്ക് ഏട്ടത്തേക്ക് നെക്ലസ് കൊടുക്കാത്തതില് ഏട്ടത്തേക്ക് സങ്കടം ഉണ്ടെന്നോ? ഏട്ടത്തി എന്താണെന്ന് സ്വന്തം അനിയത്തിയായി നിനക്കറിയില്ലെങ്കിലും ഞങ്ങൾക്കറിയാം. അർച്ചനേട്ടത്തേക്ക് അച്ഛനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനേ ഈ വീട്ടിൽ ആർക്കും അവകാശമില്ല. മേലിൽ അരുതാത്ത വാക്കോ പ്രവൃത്തിയോ എന്തെങ്കിലും നിന്റെ ഭാഗത്തുനിന്ന് വന്നാ ഇങ്ങനെ മാറ്റി നിർത്തി ഞാൻ സംസാരിക്കില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൊരണത്തൊന്ന് തരും ഞാൻ. ഓർത്തോ നീ. അതെ, ഞാനിവിടെ ആകെ പ്രാന്തെടുത്തിരിക്കുക. പിന്നെ വിളിക്കാം. അയ്യോ, കട്ടിയല്ലേ? ഹലോ. മാനത്തെ നോക്കിയാണോടി നടക്കുന്നേ? അനക്കെ ഞാൻ കണ്ടില്ലായിരുന്നു. അത് തന്നെയാ പറഞ്ഞത്, കണ്ണുണ്ടായ പോരെ കാണണമെന്ന്. ഇതൊക്കെ എന്റെ വട്ടാണോ? ഓടി ചെന്നൊരെണ്ണം തിരിച്ചു കൊടുത്താലോ? വേണ്ട, ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയ അതിന്റെ ബാക്കി മുഴുവൻ അനുഭവിക്കുന്നത് അച്ചു ചേച്ചിയായിരിക്കും. അത് വേണ്ട. പക്ഷെ അനക്കെ എന്തെങ്കിലും നിന്നെ എന്റെ കൈ കിട്ടും. അന്ന് ഇതിന്റെ പലിശയും പലിശയുടെ പലിശയും ചേർത്ത് നിനക്ക് ഞാൻ തരുന്നുണ്ട്. എനിക്ക് അർച്ചന മേഡത്തിനൊന്ന് കാണണമായിരുന്നു. ആരെ കാണണമെന്ന്? ഇവിടുത്തെ സേതു സാറിന്റെ രണ്ടാമത്തെ മരുമകളില്ലേ അർച്ചന. അർച്ചന മേഡത്തിനൊന്ന് കാണണമായിരുന്നു, അത്യാവശ്യം. എന്താ ഇത്ര അത്യാവശ്യം? എന്നോട് പറഞ്ഞാ മതി. അത് ഞാൻ മേഡത്തോട് പറഞ്ഞോളാം. ആദ്യം നിങ്ങൾ ആരെന്ന് പറയേ. എന്താ പേര്? പ്രവീണ. ഹലോ മാഡം. ആ, ഗേറ്റിനടുത്ത് അനക്കയോട് സംസാരിച്ചു നിൽക്കുന്നത് പഴയ മാനേജർ വിജയുടെ ഭാര്യ പ്രവീണ. എത്രയും പെട്ടെന്ന് ആരും കാണാതെ അവളെ പാക്ക് ചെയ്തേക്കണം. ആരും അറിയരുത്. ഓക്കെ മാഡം. ആരാണെന്ന് ചോദിച്ചിട്ട് ചോദ്യത്തിന് ഉത്തരവല്ല പറയുന്നത്. അർച്ചന മാഡത്തെ കാണണമെന്ന്. ആ മാഡം ആരാ? പ്രധാനമന്ത്രിയോ? ഇയാളോട് തർക്കിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. നിങ്ങൾ അങ്ങോട്ടാ? അർച്ചന മാഡത്തെ കാണണം പോലും. അത് ഇയാൾ എന്ത് ഭാവിച്ച പ്രവീണെ? വിജയുടെ പേരും പറഞ്ഞ് ഈ വീട്ടിൽ ആര് കയറി വന്നാലും എല്ലാരും കൂടി ആട്ടി ഓട്ടിക്കും നിങ്ങളെ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോവാൻ നോക്ക്. മോളെ, അവന്തികേടത്തി കണ്ടോ? ഇതാ മുകളിലോട്ട് പോകുന്ന കണ്ടു.
അതെ, ഞാനിന്ന് ലീവാണെന്ന് പറഞ്ഞതല്ലേ. ഒരു കാര്യം ചെയ്യേ, ആ ബില്ലുകളെല്ലാം എൻ്റെ ടേബിളിൽ വെച്ചേക്ക്. ആ, അത് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യാനുണ്ട്. ഒക്കെ ഞാൻ വന്നിട്ട് ചെയ്തോളാം. ആ, എനിക്കിതൊരു അത്യാവശ്യം ആയതുകൊണ്ടാ. ആ, ഓക്കെ. അപ്പോൾ നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. നിനക്കെന്താ ഒരു വിഷമം പോലെ? വിഷമോ? ഏട്ടനെ വെറുതെ തോന്നുന്നതാ. എന്നെ പറഞ്ഞു പറ്റിക്കാനൊന്നും നോക്കണ്ട. എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്നു പറയേ. അത് ചേച്ചിയുടെ കാര്യം ഓർത്തിട്ടാ. അച്ഛനെന്താ, അവളെന്തെങ്കിലും സങ്കടം പറഞ്ഞു നിന്നോട്? ഏയ് അതല്ല, ചേച്ചിയെ ഇവിടെ എല്ലാരും എത്ര സ്നേഹത്തോടെയാ നോക്കുന്നത്. ആ സന്തോഷത്തില് ആരുടെ ആയാലും കണ്ണു നിറഞ്ഞു പോവില്ലേ? എന്തൊരു അഹങ്കാരം അവക്ക്. ആർക്കാ? ആ അനഘയ്ക്ക്. അവക്കേ കണ്ണീക്കടിയ കുശുമ്പോ അസൂയം മൂത്ത് വട്ട പിടിച്ചൊരു നശൂലം. അല്ലെങ്കിൽ പിന്നെ അച്ഛൻ ആരെങ്കിലും ഒരു നെക്ലസ് കൊടുത്തോന്ന് വെച്ച് ഇവക്കെന്താ? അവളുടെ തറവാട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നൊന്നും അല്ലല്ലോ. അതവളുടെ കഴുത്തിലിട്ടിട്ട് ആ ചരട് മുറുക്കി കെട്ടി ശ്വാസം മുട്ടിച്ച് കൊല്ല വേണ്ടത്. പിന്നെ അവളുടെ വിരലൊന്ന് തൊടാൻ പോലും കൊടുക്കരുത് ആ നെക്ലസ്. നീയും ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ ഉത്സവ പറമ്പിൽ നിന്ന് വാങ്ങിച്ച മാലയൊന്നും അല്ലത്. തനി തങ്കവാ തങ്കം. എഴുതി, ഞാനൊന്നും ജീവിതത്തിൽ മോഹിച്ചിട്ടില്ല. അല്പം സ്നേഹവും സന്തോഷം മാത്രമേ അന്നും ഇന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. നാളെ എനിക്കത് മാത്രം മതി. മോളെന്താ പറഞ്ഞു വരുന്നേ? എഴുതിക്കായിരുന്നു അച്ഛൻ ഈ നെക്ലസ് തരേണ്ടിയിരുന്നത്. അനഘ പറഞ്ഞതാ ശരി. അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുന്നുണ്ടാവും. ഇത് കിട്ടാത്തതിൽ എനിക്ക് സങ്കടം ഉണ്ടെന്നാണോ നീ പറയുന്നത്? താഴെ വെച്ച് ആ രീതിയിലാണോ ഞാൻ നിന്നോട് സംസാരിച്ചത്? അനഘയല്ലേ ഓരോ അനാവശ്യങ്ങൾ പറഞ്ഞത്? അനഘ അങ്ങനെ പറഞ്ഞതിൽ തെറ്റ് പറയാൻ പറ്റില്ല. മാലതമ്മയുടെ നെക്ലസ് അവകാശപ്പെട്ട ആള് മൂത്ത മരുമകളായ അവന്തിയെടുത്ത് തന്നെയാ. അച്ഛനൊരു തെറ്റ് പറ്റിയതാ. ആ തെറ്റ് ഞാൻ തിരുത്തുക. മോളെ വേണ്ട എടുത്തി. എടുത്തി ഇത് വാങ്ങിയില്ലെങ്കിൽ സങ്കടാവുന്ന എനിക്കാ. ചേച്ചി, താഴെ ഒരാള് വന്നിട്ടുണ്ട്. അർച്ചന മേഡത്തെ കാണണോന്ന്. ആരാ അത്? ആരാ അനഘ? ആഹാ, ഇത് കയ്യിലെടുത്ത് വെച്ച് തേരാപ്പാര നടക്കുവാണോ? ഇതേ ചേച്ചിയുടെ കഴുത്തി കിടക്കുന്നതാ നല്ലത്. അനഘേ, നീ എന്തീ ചെയ്യുന്നേ? അനഘ പറയുന്ന കേക്ക് എടുത്തി. എടുത്തിക്ക് ഞാൻ എൻ്റെ ജീവൻ പോലും തരും. കാരണം എനിക്ക് എടുത്തി അത്രയ്ക്കിഷ്ട. എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് ഞാൻ എടുത്തിയെ സൂക്ഷിക്കുന്നത്. അതിനു മുമ്പിൽ ഈ നെക്ലേസിന് കല്ലിന്റെ വില പോലും ഇല്ല എടുത്തി. മോളെ, അച്ചു, ഒരു മോള്. ഈ ചേച്ചിക്ക് ഇത് എന്തിന്റെ കേടാ? നിനക്ക് എന്തറിയാം? ഈ നെക്ലസ് ഞാനിപ്പോ ഇട്ടാ എല്ലാരും എന്നെ ചോദ്യം ചെയ്യും. അപ്പൊ ഞാനെന്ത് മറുപടി പറയും? ഞാനിത് തട്ടിപ്പറിച്ചെടുത്താന്നോ? ഉള്ളതുപോലെ അങ്ങ് പറയണം. അർച്ചന തന്നെ ചേച്ചിയുടെ കയ്യിൽ വെച്ച് തന്നതാണെന്നും ചേച്ചി ഇത്ര നിർബന്ധിച്ചിട്ടും അത് തിരിച്ചു വാങ്ങിയില്ലെന്നും പറയണം. പോവാനല്ലേ പറഞ്ഞത്? കൈ വിടറോ? എന്റെ ദേഹത്ത് തൊട്ടാണല്ലോ താൻ വിവരം അറിയും. ഇവിടെ നിന്ന് ഇപ്പൊ പോയില്ലെങ്കിൽ താനാ വിവരം അറിയാൻ പോകുന്നത്. ആരാ ഇവര്? എന്താ അവർക്ക് വേണ്ടത്? ഇവർ പഴയ മാനേജറുടെ ഭാര്യ. ഇവർക്ക് അർച്ചന മേഡത്തിനെ കാണണമെന്ന്. അയാളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയതല്ലേ? അയാളെ ഈ കോമ്പൗണ്ടിനകത്ത് കയറ്റേണ്ടെന്നാ സേവ് സാർ പറഞ്ഞിരിക്കുന്നത്. അയാളെന്നല്ല, അയാളുടെ ഭാര്യ ആയാലും ഇതിനകത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല. മോളെ അച്ചു, നീ എങ്ങോട്ട് പോവാ? പുറത്താരും എന്നെ കാണാൻ വന്നെന്ന് ഞാൻ പോയി നോക്കിയിട്ട് വരാം. അയ്യോ അമ്മേ, അവളുടെ കഴുത്തി കിടന്ന നെക്ലസ് എന്തേ? അത് ശരിയാണല്ലോ. അർച്ചന മേഡം ഇവിടെ ഇല്ലെന്ന് നിങ്ങളോടല്ലേ പറഞ്ഞത്? പിന്നെ എവിടെ പോയി? അതൊന്നും എനിക്കറിയില്ല. അല്ല എനിക്ക്. ഹലോ മേഡം. അവള് പോയോ? ഇല്ല. അർച്ചന എങ്ങോട്ട് വരുന്നുണ്ട്. അവൾ ഒരു കാരണവശാലും കാണാൻ പാടില്ല. ഇല്ല മേഡം. അല്ല, നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് അംബിക മേഡം വന്നിട്ടുണ്ട്. താഴെ
അംബികാന്റി വന്നിട്ടുണ്ട്. വേഗം അങ്ങോട്ട് വാ. അച്ചു, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മോളെ. ആ ഓ, വെൽക്കം മൈ ഡിയറസ്റ്റ്. താങ്ക് യു. സേതു, താനങ്ങ് ചെറുപ്പമായി പോയല്ലോ. പക്ഷേ എനിക്ക് 60 വയസ്സായെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് മാത്രം. ഓ